ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ലീവ്സ്. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഫിലിപ്പീനോ ഫുഡാണ്, പാൻസിറ്റ് ബിഹോൺ. ഇത് റൈസ് സ്റ്റിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു നൂഡിൽ ഡിഷാണ്. ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അതിൻ്റെ കൂടെ ഒരു ബെൽ ബട്ടണും കൂടെ ഉണ്ട്, അതും ഒന്ന് പ്രസ് ചെയ്യണം. ഈ പാൻസിറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാക്കറ്റ് പാൻസിറ്റ് വേണം. പിന്നെ നമുക്ക് ചിക്കൻ വേണം. ഇതൊരു 900 ഗ്രാം ചിക്കൻ ഉണ്ട്. അതിൻ്റെ കൂടെ സോൾട്ട് ആൻഡ് പെപ്പർ. നമുക്കിതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് ആൻഡ് ഒനിയനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗാർലിക്കും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സോയാ സോസും പിന്നെ ഞാനൊരു 1/2 ക്യൂബ് ചിക്കൻ സ്റ്റോക്കുമാണ് എടുത്തത്. ഞാനൊരു കുക്കർ എടുത്തു, അതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തു. ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്തു. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുത്തു. പിന്നീട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. സോയാ സോസിന് ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് ആദ്യമേ തന്നെ അധികം ഉപ്പിടരുത്. അവസാനം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നീട് ഒരു മാഗിയുടെ ഒരു ചിക്കൻ സ്റ്റോക്കും ഇട്ട് കൊടുത്തു. ചിക്കനൊക്കെ ഒന്ന് വെന്ത് ഒരു 4-5 വിസിൽ കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിടാം. ചിക്കൻ കുക്കായി വരുന്ന സമയം കൊണ്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രം വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഗാർലിക് ഇട്ട് കൊടുത്തു. ഗാർലിക് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് സവാള ഇട്ട് കൊടുത്തു. സവാള ഒത്തിരി ബ്രൗൺ ആവുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റ് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ജസ്റ്റ് വഴണ്ട് വന്നാൽ മതി, ഒരുപാട് കുക്കാവണ്ട. ഇതെല്ലാം നമുക്ക് ആ ഒരു അധികം കുക്കാകാത്ത ഒരു റോ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടണം. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് പെപ്പറും ആഡ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ മതിയായിരിക്കും. പിന്നീട് നമുക്ക് കുറവുണ്ടെങ്കിൽ പെപ്പർ ആഡ് ചെയ്യും. പെപ്പറും സോൾട്ടും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് സോൾട്ടും ആഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ചിക്കന് സോൾട്ടും പെപ്പറും ഒക്കെ ഇട്ട് ആണ് വേവിച്ചത്, അതുകൊണ്ട് അധികം ഇവിടെ ആഡ് ചെയ്യരുത്. ഒരു 4 വിസിൽ കഴിയുമ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തായിരുന്നു. ഇപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോയി. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തപ്പം അത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെല്ലാം നന്നായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കണം. ഇതെല്ലാം പിച്ചിയെടുത്ത് ഇതിൻ്റെ എല്ലെല്ലാം മാറ്റി, ബോൺ പീസെല്ലാം മാറ്റി ചിക്കൻ മാത്രമായിട്ട് നമുക്കൊന്ന് പിച്ചിയെടുത്ത് വയ്ക്കണം. ആ എടുത്ത് വെച്ച ചിക്കനെല്ലാം ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തു. അതിൻ്റെ ചൂട് മാറിയപ്പോൾ നന്നായിട്ട് പിച്ചി ബോൺലെസ് ആക്കി മാറ്റിയെടുത്തു. കുക്കറിൽ വെച്ച് വേവിച്ച ചിക്കൻ്റെ പീസസ് എല്ലാം ഞാൻ മാറ്റിയിട്ട് ബാക്കി സ്റ്റോക്കാണിത്. നമുക്കിനി ഈ സ്റ്റോക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം, വെജിറ്റബിൾസിലോട്ട്. ഞാനൊരു 4 കപ്പ് സ്റ്റോക്ക് ഈ വെജിറ്റബിൾസിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പാൻസിറ്റ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ സിബ്ലിങ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു റൈസ് സ്റ്റിക്സ് ആണ് എടുത്തത്. പാൻസിറ്റ് ബിഹോൺ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ മതി, നമുക്ക് നല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് റൈസും കോർണും ഫ്ലോറും വാട്ടറുമാണ്. ഇത് നമ്മുടെ സേമിയ പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്യണ്ട. നമ്മൾ അതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് ചൂടായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാൻസിറ്റ് അതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് ഇതിനകത്ത് ഇരുന്ന് ആ വെള്ളത്തിനകത്ത് ഇത് ഈ കംപ്ലീറ്റ് ഇതങ്ങ് സോക്കാവും. സോക്കായിട്ട് നന്നായിട്ട് വെന്തോളും. ഇത് നമ്മളിത് മുറിക്കാൻ പറ്റത്തില്ല, ഇത് വലിയ പാടാണ്. പക്ഷേ ഇതിനകത്ത് ഇരുന്ന് സോക്കായി ഇത് വെന്ത് നൂഡിൽസ് പോലെ ആയിക്കോളും. നൂഡിൽസിൻ്റെ നമുക്ക് ഉള്ള പോലെ മിക്സ് കിടക്കുന്നത് പോലെ തന്നെ
ഇതിനകത്ത് ഒരു 5-6 മിനിറ്റ് ഇരുന്ന് മതി ഇത് കുക്കാവാൻ. നമുക്കതിനകത്ത് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ടാകും. കുറച്ച് പെപ്പർ, നമുക്ക് ഒത്തിരി സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യുക. പെപ്പറിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇതിന് നല്ല ഒരു മണമൊക്കെ കൊടുക്കും. സോയാ സോസാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. അതിൻ്റെ നല്ല ഫ്ലേവർ ഇതിനുണ്ട്. ഇത് അടച്ചിട്ട് വേവിക്കേണ്ട, തുറന്ന് വെച്ച് തന്നെ വെന്താൽ മതി. ഈ വെള്ളം ഡ്രൈ ആയി, ഇത് നല്ല ഡ്രൈ ആയിട്ട് വേണം കിട്ടാൻ നമുക്ക്. ഞാൻ കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്തു. കുറച്ച് പെപ്പറും കൂടി ആകുമ്പോൾ ഇച്ചിരി ഒരു നല്ല ഒരു മണമൊക്കെ അതിന് കിട്ടും. അതുപോലെ നമ്മൾ എപ്പോഴും സോൾട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. സോയാ സോസിന് തന്നെ അതിൻ്റേതായ ഒരു ഉപ്പുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ അവസാനം നോക്കിയിട്ട് കൂട്ടിയിട്ടാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇത് വെന്തിട്ടുണ്ടാവും നന്നായിട്ട്. നമുക്കിനി വെള്ളം ഡ്രൈ ആയിട്ട് വരുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാൻസിഡ് ബിഹോൺ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണിത്. ഇത് എൻ്റെ മദർ ഇൻ ലോയ്ക്ക് മമ്മിയുടെ ഫിലിപ്പീനോ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്ത ഒരു റെസിപ്പിയാണ്. ചൈനീസ് ഫ്ലേവേഴ്സും ചൈനീസ് ഡിഷസും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. കൂടാതെ ഞങ്ങളുടെ മറ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്